കേരളത്തിലെ മഹാക്ഷേത്രമായ ശബരിമല ഈ മണ്ഡലകാലത്ത് മകരവിളക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരം ഭക്തജനങ്ങൾ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടുകൂടിയും കാത്തുനിൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ആശങ്കയോടുകൂടിയും ആകെ ടെൻഷനോടുകൂടിയും കാത്തുനിൽക്കുകയാണ്. അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഈ സ്വർണ്ണ കവർച്ചയിൽ, ഈ ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി എടുത്ത ശക്തമായ നിലപാട് അനുസരിച്ച് രൂപം കൊണ്ട SIT അവരുടെ അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. മഞ്ഞുമല എന്ന് പറഞ്ഞാൽ കടലിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വലിയ മഞ്ഞുമലയുടെ കുറച്ച് ഭാഗം മാത്രമേ കടലിന്റെ മുകളിൽ കാണാൻ കഴിയൂ. ബാക്കി വെള്ളത്തിനടിയിലാണ്. അതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഭാഗം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അതിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ടൈറ്റാനിക് ദുരന്തത്തിൽ നമ്മൾ കണ്ടത് അതാണ്. അതുപോലെ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി കാണാനിരിക്കുന്നത് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ആ ഭീകരമായ ആ വലിയൊരു ഭാഗത്തിന്റെ അവസ്ഥയാണ്. ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇതുവരെയുള്ള ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ച് ശബരിമലയിൽ ഭക്തരുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ വരുമാനവും മുൻ വർഷങ്ങളെക്കാൾ കോടികൾ കൂടുതലാണ്. ഇത്രയും ഭീകരമായ ഒരു കൊള്ള നടന്ന ക്ഷേത്രത്തിൽ, അപഹരണം നടന്ന ഒരു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് അവരിൽ ആ ഭഗവാനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ വേണ്ടത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഭഗവാനോടുള്ള വിശ്വാസം ആളുകൾക്ക് കൂടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്നതിലൂടെ അതാണ് തെളിയിക്കുന്നത്. അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഈ കേസിൽ ഹൈക്കോടതിയുടെ ആശങ്കയിൽ പിറന്ന അന്വേഷണം ഇപ്പോൾ ബോർഡിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്കും SITയിൽ നിന്ന് CBIയിലേക്കും എത്തി നിൽക്കുന്ന ഈ പടിവാതിലിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്താത്ത അല്ലെങ്കിൽ ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിവരങ്ങളെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കവർന്ന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രീകോവിലിൽ കട്ടളയുടെ മൊത്തം 7 പാളികൾ അതിലുള്ള സ്വർണമാണ് 314.97 പവൻ. അടുത്ത് 2 ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ചിരുന്ന സ്വർണം 195.52 പവൻ. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള 8 തൂണുകളിലായി പതിച്ചിരുന്ന സ്വർണം 537.83 പവൻ. കവർന്ന സ്വർണം നമുക്കൊന്ന് നോക്കാം. ശ്രീകോവിലിൽ കട്ടളയുടെ മൊത്തം 7 പാളികളിലെ സ്വർണം 314.97 പവൻ. 2 ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ചിരുന്ന പാളികളിൽ ഉൾപ്പെട്ട 195.52 പവൻ. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള 8 തൂണുകളിലായി പതിച്ചിരുന്ന സ്വർണം 537.83 പവനുണ്ട്. ഇത് തുടങ്ങി വിജയമല്യ നൽകിയ 32 കിലോ സ്വർണം ഉൾപ്പെടെ ഏകദേശം 45 കിലോ സ്വർണം ഇവർ കവർന്നിരിക്കുന്നു. 1 കിലോ സ്വർണം ഏകദേശം 80 പവനോളം വരും. അങ്ങനെ നോക്കുമ്പോൾ 3440 പവൻ സ്വർണമാണ് ഇവർ കവർന്നിരിക്കുന്നത്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. 3440 പവൻ സ്വർണം ഇതുവരെ കവർന്നിരിക്കുന്നു. കണ്ടെത്തിയ കണക്ക് മാത്രമാണിത്. കവർന്നത് ശ്രീകോവിലിൽ ആ വാതിലുകളിലുള്ള സ്വർണപ്പാളികൾ, 2 ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണപ്പാളികൾ, തെക്ക് വടക്ക് മൂലകളിലടക്കം ശ്രീകോവിലിന് ചുറ്റുമുള്ള 8 തൂണുകളിലായി പതിച്ചിരുന്ന സ്വർണം, ദശാവതാരം ആലേഖനം ചെയ്ത 2 പാളികൾ, രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, കൊടിമരത്തിന് മുകളിൽ ഉള്ള സ്വർണ ആലിലകൾ. ഇനി അന്വേഷണം എത്താത്ത എന്നാൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന
സ്വർണത്തിന്റെ അംശം ഇനിയും ബാക്കിയുണ്ട്. വെറുതെ ഒന്ന് നോക്കാം. ശ്രീകോവിലിലെ മേൽക്കൂരയിൽ 15.521 കിലോ സ്വർണം നഷ്ടപ്പെട്ടോ എന്ന് സംശയത്തിന്റെ നിഴലിലാണ് അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ഹുണ്ടികയ്ക്ക് മുകളിൽ റെയിൻ ഗട്ടറിൽ 1.155 കിലോ സ്വർണം, സോപാനത്തിന് മുകളിലുള്ള ഹുണ്ടികയിൽ പതിച്ചിരുന്ന 1.014 കിലോ സ്വർണം, ശ്രീകോവിലിന്റെ വശങ്ങളിലെ അയ്യപ്പ കഥ ആലേഖനം ചെയ്തിരുന്ന 1.750 കിലോ സ്വർണം, 3 അലങ്കാര വാതിലുകളിൽ പതിച്ചിരുന്ന 1.609 കിലോ സ്വർണം, 5 കലശങ്ങളിൽ 1.154 കിലോ സ്വർണം, ആകെ 30.291 കിലോ സ്വർണം അവിടെയുണ്ടോ എന്ന അന്വേഷണത്തിലാണ് SIT. SITയുടെ അന്വേഷണം പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഈ പറഞ്ഞ 30.291 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര പവൻ വരും എന്നറിയാമോ? 242.328 പവൻ സ്വർണം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടുക്കലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാനായി SITയിൽ സമ്മർദ്ദമുണ്ട് എന്ന് പറയുമ്പോഴും ആ അന്വേഷണം CBIയിൽ എത്തണം എന്ന് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ശബരിമലയിലേക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ സ്വർണം കണ്ടെത്തുക തന്നെ ചെയ്യും. തീർച്ചയായും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാരും അധികാരികളും കട്ട് കവർന്നെടുക്കുന്ന പൊതുജനത്തിന്റെ മുതൽ അത് അവിടെ വരണം. നാളെ അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണം. വിശ്വാസങ്ങൾ ഉറപ്പിക്കപ്പെടേണ്ടതാണ്, ഏത് വിശ്വാസമായാലും. കാരണം ജനത്തിനെ മുന്നോട്ട് നയിക്കുന്നത് ഈ വിശ്വാസങ്ങളാണ്, ഈ പ്രതീക്ഷകളാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും നിങ്ങളുടെ മുന്നിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ